പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലമായ തൃത്താല അടുത്ത മാസം 9-ാം തീയതി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ഒരിടമാണ്. ഭാരതപ്പുഴയുടെ ലാളന ഏറ്റുവാങ്ങി പച്ചപ്പിൽ മനോഹരമായ ഈ പ്രദേശം എന്നാൽ രാഷ്ട്രീയ പോരിൽ ചുട്ടുപൊള്ളുന്ന ഇടമാണ്. ഇടതും വലതും കൊമ്പ് കോർക്കുന്ന തൃത്താലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരിന്റെ ആവർത്തനം തന്നെയാണ് ഇക്കൊല്ലവും അരങ്ങേറാൻ പോകുന്നത്. 2021 ആവർത്തിക്കുമോ അതോ UDF ശക്തിയിലേക്ക് മണ്ഡലം മടങ്ങിയെത്തുമോ എന്നാണ് ഇപ്പോഴത്തെ അവിടുത്തെ ചൂടേറിയ ചർച്ചാ വിഷയം. ഇടതിന്റെ സ്ഥാനാർത്ഥി നിലവിലെ MLA കൂടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ MP രാജേഷ്, കോൺഗ്രസ് നേതാവ് VT ബൽറാമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രതിനിധിയായി ഇവിടെ രംഗത്തുള്ളത്. കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികൾ. BJPയിലെ V ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി. ഇടത് വലത് സമവാക്യങ്ങൾക്ക് ഒരേപോലെ പ്രസക്തമായ ഇടമാണ് തൃത്താല. 2011-ലും 2016-ലും UDFന് വേണ്ടി VT ബൽറാം തൃത്താലയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. 2021-ൽ MP രാജേഷ് എത്തിയപ്പോൾ തൃത്താലക്കാർ അദ്ദേഹത്തോടൊപ്പം കൂടി. 1991 മുതൽ 4 തിരഞ്ഞെടുപ്പുകളിൽ LDFനൊപ്പം നിന്ന തൃത്താല 2011-ൽ VT ബൽറാം എന്ന യുവ നേതാവിലൂടെ വലത്തോട്ട് ചാഞ്ഞു. 3197 വോട്ടുകളുടെ ലീഡോടെ CPMന്റെ P മമ്മിക്കുട്ടിയെ തോൽപ്പിച്ചാണ് LDF തേരോട്ടം അവസാനിപ്പിച്ചത്. 2016-ൽ ബൽറാമിന്റെ വിജയ ലീഡ് കുത്തനെ 10,547 വർദ്ധിച്ചു. സുബൈദ ഐസക്കിന്റെ 55,958 എന്ന സംഖ്യയെ 66,505 വോട്ടുകൾ നേടി ബൽറാം നിഷ്പ്രഭമാക്കി. 2021-ലായിരുന്നു ആ കടുത്ത പോരാട്ടം തൃത്താലയെ ശ്രദ്ധേയമാക്കിയത്. CPMന്റെ കരുത്തുറ്റ ശബ്ദം MP രാജേഷിന്റെ എൻട്രി VT ബൽറാം എങ്ങനെ നേരിടുമെന്നതായിരുന്നു കൗതുകം. ആത്മവിശ്വാസത്തോടെ പോരാടിയെങ്കിലും 66,798 വോട്ടുകൾ നേടിയ VT ബൽറാം 3,016 വോട്ടുകളുടെ മാർജിനിൽ 69,814 നേടിയ MP രാജേഷിനോട് പരാജയപ്പെട്ടു. ഇരു മുന്നണികളും തിരഞ്ഞെടുപ്പിന്റെ പോർക്കളത്തിലേക്ക് പ്രചാരണ ആയുധങ്ങളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇടതിന്റെ രാജേഷും വലതിന്റെ ബൽറാമും വാക്ചാതുര്യത്തിന്റെ കാര്യത്തിൽ ഒന്നിനൊന്നും മെച്ചമാണ്. കഴിഞ്ഞ തവണ വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ റിസൾട്ട് CPM നേതാവിന് അനുകൂലമായപ്പോൾ തൃത്താലയുടെ സ്വന്തം മുൻ MLA ബൽറാം ഒട്ടും പിന്നോട്ടു പോയില്ല എന്നുകൂടി ഓർക്കണം. മണ്ഡലം കേന്ദ്രീകരിച്ച് തന്റെ പ്രവർത്തനം തുടർന്ന കോൺഗ്രസ് നേതാവ് ആ ആത്മവിശ്വാസം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പോര് തന്നെ ഇവിടെ ആവർത്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ഫലങ്ങൾ. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തൃത്താലയിൽ UDFന് വേണ്ടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ MP അബ്ദുസമദ് സമദാനി നേടിയ ലീഡ് 9,203 ആ തെരഞ്ഞെടുപ്പിൽ 2,35,760 വോട്ടുകളുടെ ചരിത്ര ലീഡോടെയാണ് സമദാനി പൊന്നാനി പിടിച്ചത്. അതിലേക്കാണ് തൃത്താലയുടെ സംഭാവനയും. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ആകെ വോട്ടുകളുടെ കണക്കെടുത്താൽ 6,321 വോട്ടുകളാണ് ഇടതുമുന്നണിയേക്കാൾ UDF അധികം നേടിയത്. മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഈ കണക്കുകൾ VT ബൽറാമിന്റെ സാധ്യതകൾക്കുള്ള ഗ്രീൻ സിഗ്നൽ കൂടിയാണ്. കൃത്യമായ പ്രവർത്തനവും ഏകോപിപ്പിച്ചുള്ള പ്രചാരണവും അടിത്തട്ടിലുള്ള ജനവികാരത്തെ പോലും കോൺഗ്രസിന് അനുകൂലമാക്കും. 2ാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ MP രാജേഷിനാകട്ടെ ആദ്യ അവസരം ജനം നൽകിയപ്പോൾ കാഴ്ചവെച്ച പ്രവർത്തനത്തിലുള്ള ജനവിധി കൂടിയാകും ഇത്തവണത്തെ തൃത്താല ഫലം. മന്ത്രിമണ്ഡലമെന്ന ഖ്യാതിയും വികസന നേട്ടങ്ങളും ഇത്തവണയും തങ്ങളെ വിജയിപ്പിക്കുമെന്ന് CPM കരുതുന്നുമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ UDFൽ നിന്ന് LDF പിടിച്ചെടുത്ത തൃത്താല പിന്നീട് ബൽറാമിലൂടെ 10 കൊല്ലം LDFനെ മാറ്റി നിർത്തി വീണ്ടും ചുവപ്പിന് ഇടം കൊടുത്തു. ഇനി ആരെന്നുള്ള ചോദ്യമാണ് തൃത്താലയെ ശ്രദ്ധേയമാക്കുന്നത്. ഒരു കാര്യം കൂടി പറയാതെ വയ്യ. തൃത്താലയുടെ ചരിത്രമെടുത്താൽ വിജയിച്ചവരുടെ അമിത ആത്മവിശ്വാസം അവർക്കു തന്നെ വിനയായ ചരിത്രമുണ്ടിവിടെ. അമിതമായ ആത്മവിശ്വാസമാണ് പരാജയത്തിന് കാരണമായതെന്ന് UDF കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിലയിരുത്തുകയും ചെയ്തിരുന്നു. വേനൽ ചൂടിനൊപ്പം കൊടുമ്പിരി കൊള്ളുന്ന തിരഞ്ഞെടുപ്പ് ചൂടിൽ പോരാട്ടം തൃത്താലയിലും കടുക്കും. ഇരു മുന്നണികൾക്കും ഇത് അഭിമാന പോരാട്ടമാണ്. കണക്ക് തീർക്കാൻ ഉറച്ച് ബൽറാം എത്തുമ്പോൾ അണികൾ പരിഹസിച്ച ബൽറാമിന് മുന്നിൽ തോൽക്കാതിരിക്കാനാകും രാജേഷിന്റെ ശ്രമം. അങ്ങനെ തൃത്താല ഇത്തവണയും ത്രില്ലടിപ്പിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.